അപ്പോൾ അമ്മയും കുഞ്ഞുങ്ങളും ഇതിന് നല്ലൊരു വീട്ടിൽ താമസം. അത് അത്ര സുരക്ഷിതമല്ല. കാര്യം മഴയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ ചോർച്ചയൊക്കെ ഉണ്ട് വീടാണ്. അതുകൊണ്ട് ഇവിടെ കുഞ്ഞുങ്ങളെ ഇവിടെ ആക്കിയിട്ട് വേണം പോകാൻ എന്നുള്ള കാര്യമാണ്. ഈ മാസം നോക്കിച്ചപ്പോൾ ഈ മാസം 28-ാം തീയതി ഡേറ്റ് തന്നു. ആ ഡേറ്റിലേക്ക് അടുപ്പെത്തി കത്തിച്ച് പിന്നെ ഈ ഒരു ബെഡ്റൂം ബാക്കി താമസിക്കാനുള്ള സൗകര്യം ക്രമീകരിച്ച് ബാക്കി പിന്നെ വന്നിട്ട് ചിങ്ങത്തിലേക്ക് ഇതിൻ്റെ ബാക്കി ഫംഗ്ഷൻ നടത്താമെന്ന് പറഞ്ഞിട്ടാണ് പോയി. 3 മുറി മക്കൾക്ക് 2 പേർക്ക് ഓരോന്നും, അമ്മയ്ക്കും. പിന്നെ എല്ലാവരും വരുമ്പോൾ ഒരേ സമയത്ത് ഒരു ബെഡ്റൂമിൽ ഞങ്ങൾ കിടക്കുകയുള്ളൂ. പിന്നെ ഓരോ ഡ്രസ്സൊക്കെ അടുക്കി പെറുക്കി വൃത്തിയായിട്ട് വെക്കാൻ വേണ്ടി ഇന്നേർക്കുണ്ടെന്നുള്ള മുറി മാത്രമേ വേർതിരിച്ചിട്ടുള്ളൂ. എപ്പം വന്നാലും ഞങ്ങൾ അമ്മയും കുഞ്ഞുങ്ങളായിട്ടെല്ലാം ഞങ്ങൾ ഒന്നിച്ചാണ് വിശ്രമിക്കുന്നത്. ഈ വീട് ഇവിടെ താമസിക്കുക എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. അച്ഛനെ ഇവിടെയാണ് അടക്കിയത്. പിന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് താമസിക്കുക. ഇവിടെ ആണ് എല്ലാവരും ചെറുപ്പം തൊട്ട് കൂടുതൽ പരിചയങ്ങൾ. അതെ, ഇവിടെ അടുത്തൊരു വീട് പണിത് അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ എന്നെയാണ് ഈ പണികൾ തുടക്കം മുതൽ പറഞ്ഞേൽപ്പിച്ചത്. പണി ഈ വർഷം 25 ഫെബ്രുവരി 1 ആരംഭിച്ചത്. ചേച്ചിക്ക് അമ്മയ്ക്കും സ്വന്തം നാട്ടിലൊരു വീട് വെച്ച് താമസിക്കുക എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന കോന്നിക്കടുത്ത്. ആ കോന്നിലെ വീട് പോയി എന്നോട് പറഞ്ഞ ആ വീട് പോയി കാണണം. എന്നിട്ട് അതിൻ്റെ അനുസരിച്ചുള്ള മുറികൾക്ക് വലുപ്പവും അതിനകത്തുള്ള സൗകര്യങ്ങളൊക്കെ വേണം. പിന്നെ ഇന്ന ഭാഗങ്ങൾ പ്രത്യേകിച്ച് നിർബന്ധങ്ങളും പറയാറില്ല. ചേട്ടൻ്റെ ഇഷ്ടത്തിന് ഞാനൊന്നും വേറെ ആരോടും ചോദിക്കുക അതിൻ്റെ മേലെ ആരും പറയാറില്ല. ചേട്ടനൊരു വീട് എങ്ങനെ ആയിരിക്കണം അത് ചേട്ടൻ്റെ തന്നെ ഇഷ്ടത്തിന് നന്നായിട്ട് പണിയുക എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി എന്നെ ഏൽപ്പിക്കുക ചെയ്തു. ഇടിവിടുന്ന സമയത്ത് ഇത് 3 ദിവസമൊക്കെ നടന്നത്. ശനിയാഴ്ച വൈകിട്ട് വന്ന് ഞായറാഴ്ച ഉണ്ടായിരുന്നു, തിങ്കളാഴ്ച ഉണ്ടായിരുന്നു, ചൊവ്വാഴ്ച ഉണ്ടായിരുന്നു. അപ്പം ഈ ഹോസ്പിറ്റലിൽ കയറുന്നതിന് ഒരു പേപ്പർ ഒപ്പിടാൻ ഉണ്ടായിരുന്നു. അത് 2 ദിവസമായിട്ട് അതിൻ്റെ പുറകെ പോയി. പിന്നെ പഴയ വീടിൻ്റെ ഇൻഷുറൻസിൻ്റെ പേപ്പർ ശരിയാക്കണം. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം പോലും വീട്ടിലിരുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് വരുന്ന സമയത്ത് എന്നെ വിളിക്കുമായിരുന്നു. വീണ്ടും പിന്നെ പോയി ടോയ്ലറ്റിലേക്ക് ആവശ്യമുള്ള സാനിറ്ററി ഫിറ്റിങ്സ് എല്ലാം ഞങ്ങൾ പോയി നോക്കി. ഇവിടെ അടുത്ത് മോഡേണിൽ പോയി നോക്കിയിട്ട് അവിടുന്ന് അതെല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റു കാര്യങ്ങൾ പറഞ്ഞത് റൂം ശരിയാക്കി, കിച്ചൺ ശരിയാക്കി 22-ാമത്തേക്ക് തീരുമല്ല. അപ്പോൾ അമ്മയും കുഞ്ഞുങ്ങളും ഇതിന് നല്ലൊരു വീട്ടിൽ താമസം. അത് അത്ര സുരക്ഷിതമല്ല. കാര്യം മഴയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ ചോർച്ചയൊക്കെ ഉണ്ട് വീടാണ്. അതുകൊണ്ട് ഇവിടെ കുഞ്ഞുങ്ങളെ ഇവിടെ ആക്കിയിട്ട് വേണം പോകാൻ എന്നുള്ള കാര്യമായിട്ട് ആരംഭിച്ചത്. ഈ നാട്ടിലൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജോലി നിർത്തിയിട്ട് ഇവിടെ വീട് വെച്ച് ഇവിടെ താമസിച്ച് ഇവിടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാനായിട്ടാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് വീടിൻ്റെ പണി തീർക്കണം എന്നായിരുന്നു ആഗ്രഹിച്ചത്. അല്ല, ഈ വീടിൻ്റെ പണി തുടങ്ങിയപ്പോൾ 2 പ്രാവശ്യം വന്നിട്ടുള്ളൂ. ഒരു പ്രാവശ്യം വന്ന് ലീവ് എടുത്ത് വന്ന് അന്ന് ഇതിൻ്റെ കോൺക്രീറ്റും മറ്റു കാര്യം ടൈൽസ് ഒക്കെ സെലക്ട് ചെയ്ത് പോയിട്ട് വരുന്ന സമയത്തേക്ക് ജൂലൈ 15 പറഞ്ഞത് ഫുൾ വീടിൻ്റെ പണി തീരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം വന്നതുകൊണ്ട് പിന്നെ ജൂലൈ 15 വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ മാസം നോക്കിച്ചപ്പോൾ ഈ മാസം 28-ാം തീയതി ഡേറ്റ് തന്നു. ആ ഡേറ്റിലേക്ക് അടുപ്പെത്തി കത്തിച്ച് പിന്നെ ഈ ഒരു ബെഡ്റൂം ബാക്കി താമസിക്കാനുള്ള സൗകര്യം ക്രമീകരിച്ച് ബാക്കി പിന്നെ വന്നിട്ട് ചിങ്ങത്തിലേക്ക് ഇതിൻ്റെ ബാക്കി ഫംഗ്ഷൻ നടത്താമെന്ന് പറഞ്ഞിട്ടാണ് പോയി. അതുപോലെ തന്നെ ഇപ്പോൾ വീട് തുടങ്ങുന്നത് ഫെബ്രുവരിയിലാണ്. അതെ, പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ വേഗം തന്നെ വീട്ടിലേക്ക് താമസം മാറ്റണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ? അതെ അതെ, അധികം ദിവസങ്ങളിലും അങ്ങനത്തെ ഒരു മോശമായ വീട്ടിലേക്ക് താമസിക്കാൻ താല്പര്യമില്ലായിരുന്നു. സ്വന്തമായിട്ട് തന്നെയാണ് ഈ വീട് മൊത്തം പണി തീർത്തിട്ടുണ്ടായിരുന്നത് അല്ലേ? അതെ. മുറികളെ കുറിച്ച് എന്തെങ്കിലും പറയുമായിരുന്നു? എങ്ങനെയായിരിക്കണം മുറികളെ കുറിച്ച്? 3 മുറി മക്കൾക്ക് 2 പേർക്ക് ഓരോന്നും, അമ്മയ്ക്കും. പിന്നെ എല്ലാവരും വരുമ്പോൾ ഒരേ സമയത്ത് ഒരു ബെഡ്റൂമിൽ ഞങ്ങൾ കിടക്കുകയുള്ളൂ. പിന്നെ ഓരോ ഡ്രസ്സൊക്കെ അടുക്കി പെറുക്കി വൃത്തിയായിട്ട് വെക്കാൻ വേണ്ടി ഇന്നേർക്കുണ്ടെന്നുള്ള മുറി മാത്രമേ വേർതിരിച്ചിട്ടുള്ളൂ. എപ്പം വന്നാലും ഞങ്ങൾ അമ്മയും കുഞ്ഞുങ്ങളായിട്ടെല്ലാം ഞങ്ങൾ ഒന്നിച്ചാണ് വിശ്രമിക്കുന്നത്. ഈ വീട് ഇവിടെ താമസിക്കുക എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. അച്ഛനെ ഇവിടെയാണ് അടക്കിയത്. പിന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് താമസിക്കുക. ഇവിടെ ആണ് എല്ലാവരും ചെറുപ്പം തൊട്ട് കൂടുതൽ പരിചയങ്ങൾ. അവിടെ പോയി താമസിച്ചപ്പോൾ അത്ര ഒരു സന്തോഷമായിട്ട് തോന്നിയില്ല.